ഏവർക്കും എൻ്റെ വലിയ നമസ്കാരം. ഒരു മധ്യവേനൽ അവധിക്കാലമൊക്കെ വരികയാണ്. സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികൾക്ക് സന്തോഷത്തിൻ്റെ കാലഘട്ടമാണ്. ഈ സമയത്ത് സ്കൂളുകളൊക്കെ അടച്ചു കഴിയുമ്പോൾ കുട്ടികൾ കൂട്ടുകാരും മൊത്ത് ചില കുട്ടികൾ ടൂർ പോകും. ചിലർ അടുത്ത ബന്ധുക്കളുടെയും സ്വന്തക്കാരുടെയും വീടുകളിൽ പോവുകയും ഈ സമയങ്ങളിൽ ചില കുട്ടികളൊക്കെ കൂട്ടുകൂടി പുഴയിലും കുളത്തിലും ഒക്കെ കുളിക്കാനായി പോകും. ചിലർ പുഴയിലും കുളത്തിലുമൊക്കെ നീന്തൽ മത്സരങ്ങളൊക്കെ പങ്കെടുക്കും. കൂട്ടുകാരുമൊത്ത് പുഴയിൽ കുളിക്കാൻ പോകുമ്പോൾ ഒരു മത്സരം എന്ന രീതിയിൽ ഒരു സന്തോഷത്തിന് വേണ്ടി നന്നായി നീന്തൽ വശമില്ലാത്ത കുട്ടികൾ പുഴയ്ക്ക് കുറുകെ നീന്തുകയൊക്കെ ചെയ്യും. നന്നായി നീന്തൽ വശമില്ലാത്ത കുട്ടികൾ ഇപ്പം നീന്തിക്കഴിയുമ്പോൾ അവരുടെ കൈകാലുകൾ കുഴഞ്ഞ് പുഴയിൽ പോയി മരണമടയുന്ന സാഹചര്യങ്ങളുണ്ടാകും. ഇത് കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല, മുതിർന്ന അവസ്ഥയിലും ഉണ്ടാകുന്നുണ്ട്. ഒരു പോലീസ് സേനയിൽ വിരമിച്ച ഉദ്യോഗസ്ഥനെതിൽ പോലീസ് ജോലി ചെയ്യുന്ന സമയത്ത് പുഴയിൽ കുളിക്കാനിറങ്ങിയ കുട്ടികൾ, മുതിർന്നവരൊക്കെ പുഴയിൽ മുങ്ങി മരിച്ച അവരുടെ ഇൻക്വസ്റ്റ് ചെയ്യേണ്ട വേദനിപ്പിക്കുന്ന അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഓരോ വേനലവധിക്കാലം മധ്യവേനലവധിക്കാലം വരുമ്പോഴും പ്രിയപ്പെട്ട മാതാപിതാക്കളും കുട്ടികളും ശ്രദ്ധിക്കേണ്ടത്, കൂട്ടുകാരുമൊത്ത് പുഴയിലും കുളത്തിലുമൊക്കെ കുളിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നന്നായി നീന്തലറിയാത്ത കുട്ടികൾ ഒരു കാരണവശാലും പുഴയിലിറങ്ങി നീന്താൻ പോകരുത്. ആ പുഴയുടെ എവിടെയൊക്കെ ചുഴിയുണ്ട്, അവിടെ ഏതൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സ്ഥലമുണ്ടെന്ന കുട്ടികൾക്ക് പലപ്പോഴും അറിയില്ലാത്ത സാഹചര്യം ഉണ്ടാകും. ഇത് മാത്രമല്ല നടക്കുന്നത്, കുളിക്കാനൊക്കെയായി കൂട്ടുകൂടി പോകുന്ന കുട്ടികൾ ചിലരെങ്കിലും ലഹരി മരുന്നുകൾ ഉപയോഗിച്ചിട്ട് പുഴയിലിറങ്ങി നീന്തും. അങ്ങനെ നീന്തുമ്പോൾ അവരുടെയൊക്കെ കൈകാലുകൾ കുഴഞ്ഞ് പുഴയിൽ പോയി മരിച്ചവരുടെ എണ്ണം ഉണ്ടായിട്ടുണ്ട്. അത് കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല, മുതിർന്നവരും കൂട്ടുകൂടി ചൂണ്ടയിടുവാനൊക്കെ പുഴയിൽ പോകും, കുളത്തിൽ പോകും. എന്നിട്ട് അല്പം ലഹരി മരുന്നൊക്കെ കഴിച്ച് പുഴയിലിറങ്ങി നീന്താൻ ശ്രമിച്ച് പുഴയിൽ മുങ്ങി മരിച്ച അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ, കുട്ടികളാണേലും മുതിർന്നവരാണേലും, ഒരു കാരണവശാലും പുഴയിലോ കുളത്തിലിറങ്ങി ലഹരി മരുന്ന് ഉപയോഗിച്ച് കുളിക്കുക പോലും ചെയ്യരുത്. ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഈ മധ്യവേനൽ അവധിക്കാലം വരുമ്പോൾ ടൂർ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ കൂട്ടുകാരുമൊത്ത് പുഴയിലോ തോട്ടിലോ കുളിക്കാൻ പോവുകയാണെങ്കിൽ, നീന്തലറിയാത്ത കുട്ടികൾ ഒരു കാരണവശാലും പുഴയിലോ തോട്ടിലോ അല്ലെങ്കിൽ കുളത്തിലോ നീന്തരുത് എന്ന് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് കഴിയണം. അതോടൊപ്പം തന്നെ കുട്ടികളോടും മുതിർന്നവർ ശ്രദ്ധിക്കേണ്ടത്, ലഹരി മരുന്ന് ഉപയോഗിച്ചിട്ട് പുഴയിലോ കുളത്തിലോ ഇറങ്ങി നീന്തുക എന്നുള്ളതല്ല, കുളിക്കുക പോലും ചെയ്യാതിരിക്കാൻ നാം ശ്രദ്ധിക്കുക. നീന്തുമ്പോൾ കൈകാലിൽ കുഴഞ്ഞ് മരണം സംഭവിക്കുവാനുള്ള സാധ്യതകൾ ഏറെയാണെന്ന് പ്രിയപ്പെട്ട മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞ് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ നമുക്ക് വൻ ദുരന്തങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. നമുക്ക് ആ ദുരന്തങ്ങളിൽ അതിജീവിക്കണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് ശരിയെന്ന് ആളുകൾ പരമാവധി മറ്റുള്ളവരെ എത്തിച്ചു കൊടുക്കുക. നന്ദി.